ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അധ്യായം 3, ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന സോഷ്യൽ സയൻസ് സെക്കൻഡിൻ്റെ 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ നിന്ന് ഇതാണ്. ഓൾറെഡി 2 ചാപ്റ്റർ നമ്മൾ ചെയ്തു. ഇത് 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സൗണ്ട് ക്ലിയർ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇടുന്നതിന് സൗണ്ട് ഉണ്ടോ ഞാനൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. എനിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും പറയണം, അതിനനുസരിച്ച് ഞാൻ മെച്ചപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളിലൂടെയാണ് ഞാനിത് അറിയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി. ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചും അതിൽ ഹിമാലയ പർവ്വതം, ഉത്തരേന്ത്യൻ സമതലം എന്നീ മേഖലകളുടെ ഭൗതികവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ 2 അധ്യായങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ. സൂചിക പർവ്വതനിര മെറൂൺ കളറിലും പീഠഭൂമി പച്ച ഇതിൽ വരച്ചുമാണ്. അപ്പം ഭൂപടം ചിത്രം 3.1 ശ്രദ്ധിക്കൂ. ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഭൂപടം നിരീക്ഷിച്ചിട്ട് അത് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീതാഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നമുക്ക് കൂടുതൽ അടുത്തറിയാം. അപ്പം ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതും ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം. അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗത്തിന് ഉദാഹരണമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലങ്ങളോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമി. അപ്പൊ പീഠഭൂമി എന്നാൽ എന്താ? ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ പൊതുവെ 3ആയി തരംതിരിക്കുന്നു. 1. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, ഇന്റർമോണ്ടെയ്ൻ പ്ലേറ്റു. പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, പിയോഡോമോൺ പ്ലേറ്റു. വൻകര പീഠഭൂമികൾ, കോണ്ടിനെന്റ് പ്ലേറ്റു. ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഉദാഹരണങ്ങളും കണ്ടെത്തും. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൂർണ്ണമായോ ഭാഗികമായോ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്ന് ഭൂപടത്തിന്റെ സഹായത്തോടെ ചിത്രം 3.1 കണ്ടെത്തൂ. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം കൂടി ഇതിനായി ഉപയോഗപ്പെടുത്തുമല്ലോ. 1. മധ്യപ്രദേശ്, 2. മഹാരാഷ്ട്ര. ബാക്കി ഏതൊക്കെയാണെന്നറിയാവോ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒറീസ, ബീഹാർ, ഗുജറാത്ത്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, കേരളം, പശ്ചിമ ബംഗാൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമികൾ പൂർണ്ണമായോ ഭാഗികമായോ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ ഭൗതിക ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തിട്ടാണ് ഏതൊക്കെ സംസ്ഥാനം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞേക്കുന്നത്. ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കൂ.
പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളുമായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂവിഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കാം: ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം. അപ്പം പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുമായുള്ള പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരേന്ത്യൻ സമതലത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം തെക്ക്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ പൊതുവായി രണ്ടായി തിരിക്കുന്നത്: 1 ഡെക്കാൻ പീഠഭൂമി, 2 മധ്യ ഉന്നത തടവും. അടുത്തത് ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിലുള്ള തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. സൽപുര പർവ്വതം, മൈക്കാല നിര, മഹാദിയേക്ക കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സൽപുര പർവ്വതത്തിന് തെക്കുള്ള വിശാലമായ പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരായിട്ട് കാണുന്ന മലനിര എന്ന് പറയുന്നത് സൽപുര പർവ്വതം, മൈക്കാല നിര, മഹാദിയോ കുന്നുകൾ. ഡെക്കാൻ എന്ന പേരുണ്ടായത്. ഡെക്കാൻ പീഠഭൂമിയുടെ സ്ഥാനവും വ്യാപ്തിയും ഭൂപടത്തിൽ നോക്കി മനസ്സിലാക്കൂ. ഡെക്കാൻ പീഠഭൂമി എന്ന പേരുണ്ടായത് തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന്. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽരൂപ ശിലകളാലാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചു രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ഠവും ജലസംഭരണശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളയ്ക്ക് സംരക്ഷണവുമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ ഗിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. പീഠഭൂമിയുടെ അരികുകളാകുന്നു പൂർവ്വഘട്ടം എന്നീ മലനിരകൾ ഭൂപടത്തിൽ കണ്ടില്ലേ. അപ്പം ഡെക്കാൻ ട്രാപ്പ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. ഡെക്കാൻ ട്രാപ്പ് എന്ന മേഖലയുടെ സവിശേഷത ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണ്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന റിഗർ മണ്ണ് അല്ലെങ്കിൽ റഗുർ സോയിൽ എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ഠവും ജലസംരക്ഷണ ശേഷിയും ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണറിയപ്പെടുന്നത് കറുത്ത പരുത്തി മണ്ണ്. റിഗർ മണ്ണിന്റെ പ്രത്യേകത ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങളാൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ കാലാവസ്ഥയും ജൈവവൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമാണ് സഹ്യപർവ്വത നിരയ്ക്കുള്ളത്. കേരളത്തിലെ ജനജീവിതത്തിൽ സഹ്യപർവ്വത നിരയുടെ സ്വാധീനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ് പൊതുവായ പേര്. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി 2695 മീറ്റർ പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ചിത്രം 3.5 നിരീക്ഷിക്കുക. അപ്പൊ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചെടുക്കുന്ന മലനിരയ്ക്ക് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നു. ഈ സഹ്യപർവ്വത നിരയുടെ പൊതുവായ പേര് പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ
പടിഞ്ഞാറൻ അരികിലായി വരുന്ന മലനിര സഹ്യപർവ്വതനിര. വടക്ക് നിന്നും തെക്കോട്ടെന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയും ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്റർ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകൾ അറിയപ്പെടുന്ന പേരുകളാണ് ആനമല, ഏലമല എന്നിവ. തമിഴ്നാട് ഭാഗത്ത് അറിയപ്പെടുന്നത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നുമാണ്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡപ്പട്ട 2637 മീറ്റർ ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ പ്രധാന കൊടുമുടികൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ പ്രധാന കൊടുമുടികളാണ് ആനമുടി, ദൊണ്ടപ്പെട്ട. ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിൽ ഏറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട നിരയിലാണ്. ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകൾ ഉൾപ്പെട്ട പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളുടെ നിര പൂർവ്വഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിലേറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട നിരയിലാണ്. ഭൂപടം 9.2 നോക്കൂ. ഇതിൽ ചാവാടിക്കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം കണ്ടില്ലേ? പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരികൾ വരെ ഏകദേശം 800 കിലോമീറ്ററാണ് പൂർവ്വഘട്ടത്തിന്റെ ആകെ നീളം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു. പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? പൂർവ്വഘട്ടത്തിലെ പ്രധാന മലനിരകളുടെ സ്ഥാനം കണ്ടെത്തി ഭൂപട ശേഖരണത്തിൽ ഉൾപ്പെടുത്തൂ. നീലഗിരി കുന്നുകളുടെ സ്ഥാനം കണ്ടെത്തി ഭൂപടത്തിൽ ഭൂപടരേഖയിൽ ചെയ്യൂ. മധ്യ ഉന്നതതടം. അടുത്തത് സൽപുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാലമായ പീഠപ്രദേശമാണ് മധ്യ ഉന്നതതടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് അരാവലി പർവ്വതമാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കു പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യൂൽ മൗണ്ടെയ്ൻസ് ഉദാഹരണമാണ് അമരാവലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു അമരാവലി നിരയാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അബു ആണ്. മധ്യ ഉന്നത തടം സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാലമായ പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്നു. മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറേ അരിക് അരാവലി പർവ്വതം. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന പടക്കു പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി നിരകളിലാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അബു ആണ്. മധ്യ ഉന്നത തടത്തിൽ നിന്നും ഗംഗാ നദിയിലിട്ട് നേരിട്ടൊഴുകിച്ചേരുന്ന പോഷക നദിയാണ് സോൺ നദി. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുവിഭാഗ കലവറയാണ്. സമ്പന്നമായ ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയവ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ സ്ഥാനം കണ്ടെത്തി ഭൂപടരേഖത്തിൽ ചെയ്യും. അപ്പം മാൾവ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് അബു.
മധ്യ ഉന്നതതടത്തിൽ നിന്നും ഗംഗാനദിയിലേക്ക് നേരിട്ട് ഒഴുകുന്ന പോഷക നദി സോൺ നദി. മധ്യ ഉന്നത തടത്തിൽ നിന്നും യമുന നദിയിൽ ഒഴുകിച്ചേരുന്ന പോഷക നദികൾ ചമ്പൽ, സിദ്ധ, ബെത്വ, കെൻ എന്നിവയാണ്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറ ഛോട്ടാ നാഗ്പൂർ പ്രദേശം. അടുത്തത് നീലഗിരി. തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രമാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി എന്നിവ. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി ഉദകമണ്ഡലം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശിതകളായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷമാക്കുന്നു. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം. അപ്പം ആദ്യത്തെ ഉദ്യാനം ഏതാണ്? ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരി ആണ് ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം. തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളാണ് നീലഗിരി കുന്നുകൾ. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ താപനിലയും മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1. ഉഷ്ണമേഖലയിലെ സ്ഥാനം. 2. ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി. 3. സമുദ്രത്തിൽ നിന്നുള്ള അകലം. 4. പർവ്വതനിരകളുടെ കിടപ്പ്. 5. മൺസൂൺ കാറ്റിന്റെ ഗതി. 1. ഉഷ്ണമേഖലയിലെ സ്ഥാനം. 2. ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി. 3. സമുദ്രത്തിൽ നിന്നുള്ള അകലം. 4. പർവ്വതനിരകളുടെ കിടപ്പ്. 5. മൺസൂൺ കാറ്റിന്റെ ഗതി. പർവ്വതമേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത്. പീഠഭൂമിയിലെ ഉൾപ്രദേശങ്ങൾ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം ഡിയോറൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് കാരണം. ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ? അതെ. രാജസ്ഥാനിലെ ജയ്സാമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്റ്റേറ്റ് നൈസ് തുടങ്ങിയ കായാന്തരിക ശിലാ നിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു. ഗുജറാത്തിലെ കച്ച്, കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രദേശത്തെ ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. ഊട്ടി, കൊടൈക്കനാൽ, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉഷ്ണമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തണുത്ത കാലാവസ്ഥയാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട്? അവ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് മൂലമാണ്. ഹൈദരാബാദ്, നാഗ്പൂർ, ബംഗളൂരു, മൈസൂരു തുടങ്ങിയ പ്രദേശങ്ങളിലെ ദൈനിക താപ സവിശേഷതകൾ അന്വേഷിച്ചറിയൂ. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവൊഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പ രഹിതമായതിനാൽ കിഴക്കേ ചെരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ
വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ. 50 സെന്റിമീറ്ററിൽ കുറവ്. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ഉപദ്വീപീയ നദികളാണ് അല്ല സോറി തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ തീരെ കുറയാൻ കാരണം എന്താണെന്നറിയാവോ? അറിയാവുന്നൊരു കമന്റ് ചെയ്യേ. മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാകുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. മഴനിഴൽ പ്രദേശങ്ങൾ. കാറ്റിന് അഭിമുഖമായ വശം വായു ഘനീഭവിച്ച് മഴ മേഘങ്ങൾ രൂപപ്പെടുന്നു. ഈർപ്പവാഹികളായ കാറ്റ്. കടലിന് മുകളിൽ. കാറ്റിന് പ്രതിമുഖമായ വശം മഴനിഴൽ പ്രദേശം. ഈർപ്പരഹിതമായ കാറ്റ് ബാഷ്പീകരണം സംഭവിക്കുന്നു. കടലിൽ ഈർപ്പം വഹിച്ചെടുത്ത കാറ്റുകൾ പർവ്വതത്തിൽ തട്ടി ഉയരുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖ വശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറയുമായിരിക്കും. ഈ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് വിളിക്കുന്നു. അടുത്തത് ഉപദ്വീപീയ നദികൾ. ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു പരിച്ഛേദമാണ് ചിത്രം 3.6 നൽകിയിട്ടുള്ളത്. പടിഞ്ഞാറ് പശ്ചിമഘട്ടം, പടിഞ്ഞാറൻ തീരസമതലം, അറബിക്കടൽ, ഉപദ്വീപീയ പീഠഭൂമി, പൂർവഘട്ടം, കിഴക്കൻ തീരസമതലം, ബംഗാൾ ഉൾക്കടൽ. ആശയവ്യക്തിക്ക് മാത്രമായുള്ള ചിത്രീകരണം. തോത് അടിസ്ഥാനമാക്കിയല്ല. ചിത്രം 3.6 ഉപദ്വീപീയ ഇന്ത്യയുടെ പരിച്ഛേദം. ചിത്രകാരന്റെ ഭാവനയിൽ. ചിത്രത്തിൽ നിന്ന് ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് മനസ്സിലായില്ലേ? ഇതിലെ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാവമാണ് വാട്ടർ ഡിവൈഡ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന അരാവലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ 3ആയി തിരിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളെ തിരിച്ചറിഞ്ഞ ഭൂപടരേഖത്തിൽ മൈ ഓൺ അറ്റ്ലസ് ഉൾപ്പെടുത്തും. അപ്പം ഉപദ്വീപീയ നീരൊഴുക്കിനെ 3ആയി തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്നത്, വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന പ്രദേശം. അടുത്തത് വൃഷ്ടിപ്രദേശം. ക്യാച്ച്മെന്റ് ഏരിയ. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. നീർത്തടം. ഡ്രെയിനേജ് ബാസിൻ. ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം ഡ്രെയിനേജ് ബാസിൻ എന്ന് വിളിക്കുന്നു. ജലവിഭാജകം. വാട്ടർ ഡിവൈഡ്. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. മഹാനദി. ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറി മുറിച്ച് കിഴക്കു ദിശയിൽ നിന്ന് ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നത്. ഈ നദികളെ സംബന്ധിച്ച പ്രസ്താവകൾ പട്ടിക നോക്കി മനസ്സിലാക്കുക. ഈ പട്ടിക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നദികളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പട്ടികയാണ്. അപ്പം നന്നായി പഠിക്കണം. നദി, മഹാനദി. അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് റായ്പൂരിലെ സിഹാബ. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാബയിൽ നിന്നാണ്. പ്രധാന പോഷക നദികളാണ് ഇപ്തല് നദി,
തടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. അടുത്ത നദി ഗോദാവരി. ഉത്ഭവം മഹാരാഷ്ട്രയിലെ നാസിക്. പ്രധാന പോഷക നദികൾ പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. നദി കൃഷ്ണ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. പ്രധാന പോഷക നദികൾ തുംഗഭദ്ര, ഭീമ, കൊയ്ന. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ്. കാവേരി. ബ്രഹ്മഗിരി കുന്നുകൾ കബനി, ഭവാനി, അമരാവതി. പ്രധാന പോഷക നദികൾ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ കർണാടക, തമിഴ്നാട്, കേരളം. ഈ ചിത്രം ഒന്ന് നിരീക്ഷിച്ചേരെ. ചിത്രം 3.7. ഇന്ത്യൻ ഉപദ്വീപീയ നദികള് നീലയായിട്ടും ഹിമാലയൻ നദികള് സ്കൈ ബ്ലൂ ആയിട്ടും മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമി വരുന്ന നദികളുമാണ്. ഏതൊക്കെയാണെന്ന് നോക്ക്. സോർട്ട് ഔട്ട് ചെയ്തിട്ട് കമന്റ് ചെയ്യേ. കാവേരി നദീജല തർക്കം. കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ 1924 മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് തമിഴ്നാടും നിലപാടെടുത്തു. പ്രശ്നം പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. 2007 പുറത്തുവന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതിനായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കുകയും ചെയ്തു. ഇതിൻ പ്രകാരം പ്രതിവർഷം 419 TMC ജലം തമിഴ്നാടിനും 270 TMC ജലം കർണാടകത്തിനും 30 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന തരത്തിൽ നിശ്ചയിച്ചു. 1 TMC 1000 ദശലക്ഷം ക്യൂബിക് അടി. തർക്കം ഇനിയും തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചനാ ഹർജികൾ കോടതിയിൽ പരിഗണനയിലാണ്. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. അപ്പോൾ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമാണ് ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നു. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത്. കേരളത്തിൽ ഉത്ഭവിച്ച് കാവേരി നദിയിൽ ചേരുന്ന പോഷക നദികൾ ഏതെല്ലാമെന്ന് അന്വേഷിച്ചറിയൂ. ഏതൊക്കെയാണെന്നറിയാവോ? കബനി, ഭവാനി. ഉപദ്വീപീയ നദികളിൽ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. വറ്റാതെ കാവേരി. ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. ഇത്രയാണ് പാർട്ട് 1. അടുത്ത ബാക്കി മുതൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ അതുമുതൽ ബാക്കി അടുത്ത പാർട്ടിൽ പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.